മയക്കുമരുന്നിനടിമകളായിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ദുർഗന്ധമാണ് എന്ന് അവര് പറഞ്ഞപ്പോഴേക്കും ദുർഗന്ധമല്ലാതിരുന്ന ഒരു വിഷയം ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് ശപഥം ചെയ്ത ഹബീബിന്റെ ഈ സംഭവത്തിൽ നമുക്ക് മാതൃകയില്ലേ? കല്യാണം കഴിഞ്ഞതിൽ പിന്നെയാണ് അറിയുന്നത് ആള് കുടിയനാണെന്ന്, മുഴുകുടിയനാണെന്ന്. അത്തരം സംഭവങ്ങൾ നടക്കുമ്പോ ഇനിയെങ്കിലും ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവനവന്റെ സ്വന്തം കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടിയെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട ആളുകൾ സ്വന്തം ഭാര്യമാരും കുടുംബവും സ്വന്തം ബന്ധുക്കളുമൊക്കെ മനസ്സുകൊണ്ട് വെറുക്കുകയും ഹൃദയത്തിന്റെ ഉള്ളിലെങ്കിലും വളരെ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എത്രയോ അവസ്ഥകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മദ്യപാനം വഴി ഉണ്ടാകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ദുർഗന്ധമുള്ള ഒരു പാനീയം പോലും വേണ്ടെന്ന് വെച്ചെങ്കിൽ ഹറാമായ പാനീയം നമ്മൾ എത്ര പെട്ടെന്ന് ഒഴിവാക്കേണ്ടവരാണ് സത്യവിശ്വാസികളെ. എത്ര പെട്ടെന്ന് നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ അറിയണം, കേവലം ഒരു വെള്ളം കുടിക്കുന്ന പോലെയല്ല മദ്യപാനം. സാന്ദർഭികമായി പറയുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഭക്ഷണം ഹലാലാണോ എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ആരുടെയെങ്കിലും വീടുകളിൽ കയറി ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോ അറിയുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം, എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ, എന്ത്. ഒരാൾ ഒരു ചായ വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പോ അയാൾക്ക് എന്താണ് ജോലി? പലിശ ഏർപ്പാടാണോ? ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണോ? വഞ്ചനയാണോ? എവിടെ നിന്നുണ്ടാക്കുന്ന കാശാണ്? അയാളുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് വെള്ളം കുടിക്കൽ ഹലാലാകുമോ? അയാളുടെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതോ എന്ന് അന്വേഷിച്ചതിന്റെ ശേഷമേ ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ശർഅന്റെ നിയമമെങ്കിൽ എത്ര വിവാഹങ്ങൾക്ക് നമുക്ക് ഇനി പങ്കെടുക്കാൻ കഴിയും? എത്ര സദ്യകൾ നമുക്ക് പോയി കഴിക്കാൻ പറ്റും? എത്രയാളുടെ സൽക്കാരങ്ങൾ നമുക്ക് നിരസിക്കേണ്ടി വരും? ഹബീബായ നബി തങ്ങൾ ഹലാലായിരുന്ന ഒരു വിഷയം ദുർഗന്ധമുണ്ട് എന്നതിന് വേണ്ടി തന്നെ ഹബീബായ നബി തങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്നിരിക്കെ ഹറാമായ പാനീയങ്ങൾ എന്തായാലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ് മുഅ്മിനേ. ഇനിയൊരവസരം അള്ളാഹു നമുക്ക് തന്നില്ലെന്ന് വരും. ഇനി ഒരു നാളെ നമ്മൾ ജീവനോടെ ബാക്കിയില്ലെങ്കിലോ, കുടിച്ചതും കഴിച്ചതും മയക്കുമരുന്ന് ഉപയോഗിച്ചതും അല്ലാഹുവേ മാപ്പ് തരണേ, പുറത്തു തരണേ എന്ന് റബ്ബിനോട് മാപ്പിരക്കുകയും ഇന്നത്തെ ഈ നിമിഷം മുതൽ, ഈ സമയം മുതൽ, ഈ സമയം സെക്കൻഡ് മുതൽ അല്ലാഹുവേ എന്റെ വായിലേക്ക് ഞാൻ ഒരു ഹറാമിന്റെ ഭക്ഷണമോ ഒരു ഹറാമിന്റെ പാനീയമോ ഇനി ഞാൻ കൊടുക്കുകയില്ല എന്ന് അല്ലാഹുവിനെ മുൻനിർത്തി ശപഥം ചെയ്തേക്കുക. ഇനിയൊരു അവസരം അല്ലാഹു തന്നില്ലെന്ന് വരും. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു മാംസവും ഏതൊരു ശരീരവും ഹറാമിൽ നിന്നാണ് പോഷണം സിദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ വായിലൂടെ കടന്നു പോകുന്ന ഭക്ഷണം പാനീയം നമ്മൾ സിറിഞ്ചിലൂടെ സ്മോക്കിംഗ് ആയിട്ടോ ഡസ്റ്റ് ആയിട്ടോ പൗഡർ ആയിട്ടോ ലിക്വിഡ് ആയിട്ടോ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകളെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും മാംസങ്ങൾക്കിടയിലേക്ക് രക്തധമനികളിലൂടെ അതിന്റെ അംശങ്ങൾ സഞ്ചരിക്കുകയും ചെയ്താൽ അതിന്റെ പേരാണ് ഹറാമിൽ നിന്ന് പോഷണം കിട്ടിയ മാംസം എന്നത്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ. ഏതെങ്കിലും ഒരു മാംസം ഹറാമിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ശരീരം സ്വർഗത്തിലേക്കല്ല പോകേണ്ടത്, ഫന്നാറു ഔലാ ബിഹി. ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് എത്രയാണ് ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. നമ്മുടെ യുവജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവര്, ഹോസ്റ്റലുകളിൽ പഠിക്കുന്നവരെ, അല്ലാഹുവേ ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ സഹോദരിമാരെ, ഞങ്ങളെല്ലാവരെയും അല്ലാഹുവേ നീ നിന്റെ സജ്ജനങ്ങളുടെ സ്വഭാവത്തിലാക്കി തരണേ റബ്ബേ. തിന്മകളിൽ നിന്ന് അകറ്റി തരണേ തമ്പുരാനെ. നമ്മുടെ കുടുംബങ്ങളിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഹറാമിന്റെ കടന്നുകയറ്റം കൊണ്ട് നമ്മുടെ എത്രയോ മഹതിമാർ, എത്രയോ പെൺകുട്ടികൾ, സാത്വികരായ ചാരിത്രശുദ്ധിയുള്ള നല്ല മക്കള് കള്ളുകുടിയന്മാരുടെ അരികത്ത് വന്ന് പെട്ടുപോകുന്നില്ലേ?
ചെറുപ്പക്കാര, അല്ലാഹുവിനെ ഓർത്തെങ്കിലും നിന്റെ കുടുംബിനെ ഓർത്തുകൊണ്ടെങ്കിലും ഹറാം നിർത്തേണ്ടവരാണ്. ഹറാം നിർത്തിയേ പറ്റൂ. ഇനിയെങ്കിലും അവനവന്റെ വായിലൂടെ പോകുന്ന ആ കഴിഞ്ഞു പോകുന്ന ഭക്ഷണമോ വെള്ളമോ ഹലാലല്ലെങ്കിൽ ഈ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വെച്ചേക്കുക. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ഇഷ്ടമാവില്ല എന്ന് കണ്ടപ്പോൾ ആ പാനീയം വേണ്ടെന്ന് വെച്ചു റസൂലുള്ളാഹി തങ്ങൾ. അതിനെയാണ് ഖുർആൻ ആയത്തിറക്കുന്നത്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അല്ലാഹു ഹലാലാക്കിയത് എന്തിനാ നബിയെ അങ്ങ് ഹറാമാക്കുന്നത്? അത് അങ്ങേക്ക് ഹലാലാണല്ലോ എന്ന് അല്ലാഹു തിരുത്തി കൊടുക്കുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൽ സൂറത്തു തഹരീമിൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ. ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. നബി തങ്ങളുടെ രണ്ട് ഭാര്യമാരോടാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവമുള്ള ആയത്തുകളിലൊന്ന്. നബിയുടെ ഭാര്യമാരോട് പറയുന്നു, പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാവുകയും നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. സൂറത്തു തഹരീമിലെ 4-ാമത്തെ ആയത്ത്, ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികതു ബഅദ ദാലിക ദഹീർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ആരെ പറ്റിയാണ് ഖുർആൻ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. ഇൻ തതൂബാ, പെണ്ണുങ്ങളെ നിങ്ങൾ രണ്ടുപേരും അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും. ആരാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ സംഭവിച്ചു പോയ ആ തെറ്റുകളെ തിരുത്തുകയും അതിനെ കഴുകിക്കളയുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. വഇൻ തളാഹറാ അലൈഹി, എന്റെ റസൂലിനെ വശംവദരാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും തന്ത്രങ്ങൾ മിനയുകയാണെങ്കിൽ അത് നബി തങ്ങൾ അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ഫഇന്നല്ലാഹ ഹുവ മൗലാ, ഹബീബിന്റെ മൗല അല്ലാഹുവാണ്, ഹബീബിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. മൗലാഹു, ഈ മൗല എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഉടമസ്ഥൻ, ഒന്ന് നേതാവ്, ഒന്ന് ഖാദിം, ഒന്ന് ഷെയ്ഖ്, ഇങ്ങനെയൊക്കെ പല അർത്ഥങ്ങളിൽ വരുന്ന ഒരു വാക്കാണത്. ഇവിടെ ഹബീബായ നബി തങ്ങളുടെ മൗലയാണ് അല്ലാഹു. പിന്നെ ജിബ്രീലും വസാലിഹുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകളും ഹബീബിന്റെ കൂടെയാണ്. വൽ മലായികതു ബഅദ ദാലിക ദഹീർ, അല്ലാഹുവിന്റെ എല്ലാ മാലാഖമാരും ഹബീബിന് സഹായികളായിട്ട് വരും. നിങ്ങളാരും നബി തങ്ങൾ ഇത് അറിയില്ലെന്ന് വിചാരിച്ച് ഹബീബായ നബി തങ്ങളെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട്, എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഹബീബിനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. അല്ലാഹുവും അവന്റെ മലക്കുകളും ജിബ്രീലും മുഅ്മിനീങ്ങളും ഹബീബിന്റെ കൂടെയുണ്ട് എന്ന ആയത്തിൽ ആരായിരുന്നു ഈ രണ്ട് പെണ്ണുങ്ങൾ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴെല്ലാം ചോദിക്കണമെന്ന് ആഗ്രഹിക്കും, അമീറുൽ മുഅ്മിനീനെ, ആരാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? നിങ്ങൾക്കറിയുമല്ലോ ആരായി ഈ രണ്ട് പെണ്ണുങ്ങൾ? അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്ന കാലം, ഉമർ തങ്ങൾ അവസാനത്തെ ഹജ്ജ് ചെയ്ത സമയം, ഒരു വല്ലാത്ത അനുഭവമുള്ള ഹജ്ജാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അത്ഭുതകരമായ ദുആ നടന്ന ഹജ്ജായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹു ജംറകൾ കിറയുന്ന സ്ഥലത്ത് ജംറകളുടെ അടുത്ത് വന്ന് മലർന്നു കിടന്നുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഹാദാ ഉമർ, ഇത് ഉമറാണ് അല്ലാഹുവേ, റഖഅദുമി, എന്റെ എല്ലുകൾ ദുർബലമാണ്, വശാബ റഅസി, എന്റെ തല മുഴുവൻ നരച്ചുപോയി റബ്ബേ,
വദനാ അജലി, എന്റെ മരണം അടുത്തു പോയിട്ടുണ്ട് റബ്ബേ. ഉമർ എന്നവർ വഫാത്താകുന്നതിന്റെ വളരെ തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പാണിത്. ഇത് കഴിഞ്ഞ് 11 ദിവസം കഴിയുമ്പോൾ ഉമർ എന്നവർ ലോകത്തോട് വിട പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക വമൈതതൻ ഫീ ബലദി റസൂലിക. അത്ഭുതകരമായ ഒരു ദുആ ചെയ്തു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക, നിന്റെ മാർഗത്തിലായി വഫാത്താകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലാഹുവേ. വമൈതതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച് എനിക്ക് വഫാത്താകണം, മദീനയിൽ വെച്ച്. ഹഫ്സ ബീവി വന്ന് ചോദിച്ചു, എന്റെ ഉപ്പാ അമീറുൽ മുഅ്മിനീനെ, ഇതെന്ത് ദുആയാണ് നിങ്ങൾ ഈ ദുആ ഇറക്കുന്നത്? മദീനയിൽ വെച്ച് ഷഹീദാകണമെന്നോ? ഷഹീദാവണമെങ്കിൽ അലൈക ബിസ്സൂർ, രാജ്യത്തിന്റെ അതിർത്തികളിലേക്ക് പോകേണ്ടയോ? രാജ്യത്തിന്റെ ബോർഡറുകളിലേക്ക് പോകേണ്ടയോ? അവിടമല്ലേ യുദ്ധം നടക്കുന്നത്? അങ്ങേക്ക് മരിക്കണം, അള്ളാഹുവിന് വേണ്ടി മരിക്കണമെന്നും ഷഹീദാവണമെന്നും അത് മദീന എന്ന അള്ളാഹിന്റെ റസൂലിന്റെ ഹറമിൽ വെച്ചാവണമെന്നും ചോദിക്കുന്നത് രണ്ടും വൈരുദ്ധ്യമല്ലേ? നടക്കില്ലല്ലോ. മദീനയിൽ യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമല്ലേ? അവിടെ വെച്ച് ഷഹീദാവുകയോ? അതിന് ഉമർ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹക്കദാ സഅൽതുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനോട് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്, ഞാനത് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ മിഹ്റാബിൽ നിൽക്കുന്ന ഉമർ എന്നവരുടെ വയറ്റത്ത് വന്ന് കുത്തുകയായിരുന്നു ഒരു അവിശ്വാസിയായ മജൂസിയായ മനുഷ്യൻ. ആ മനുഷ്യന്റെ കൈകളാൽ ഷഹാദത്ത് വരിച്ച ഉമർ എന്നവരെ മദീനയുടെ ബോർഡറിലേക്ക് പോകേണ്ടി വന്നില്ല. വമീതതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് വഫാത്താകണം. പറഞ്ഞ പോലെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുത്ത് കിടക്കുന്ന മഹാനാണ്. ഹബീബിന്റെ റൗദയിൽ ഹുജ്റത്തു ശരീഫയിൽ ഹബീബിന്റെ കൂടെ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളോട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ചോദിച്ചു, അമീറുൽ മുഅ്മിനീനെ, ആരെ പറ്റിയാണ്? ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങളെ മലിനമാക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്ത് നന്നാവേണ്ടതുണ്ട് പെണ്ണുങ്ങളെ. നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞ ഹബീബിന്റെ ഭാര്യമാരിൽ ആരെ പറ്റിയാണ് അള്ളാഹു നിങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്കറിയുമല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹക ഇബ്നുൽ അബ്ബാസ്, ഇബ്നു അബ്ബാസേ, നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? എന്നിട്ട് ഉമർ എന്നവർ പറഞ്ഞു കൊടുത്തു, ആയിഷത്തു വ ഹഫ്സ, അത് ഹഫ്സ ബീവിയും എന്റെ മകൾ ഹഫ്സയും സിദ്ദീഖിന്റെ മകൾ ആയിഷ ബീവിയുമാണ്. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ചെയ്ത ചില കൊച്ചു കൊച്ചു നുറുങ്ങുകളെ അല്ലാഹു തിരുത്തുകയായിരുന്നു, ഒരു വലിയ തെറ്റു ചെയ്തതിന്റെ പേരിലല്ലാതെ. എന്തിനെന്നറിയോ? സ്വന്തം ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി സഹോദരിമാരോട് സൂചിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ഒപ്പം എന്റെ സഹോദരന്മാരെ, കുടുംബ ജീവിതത്തിന്റെ ഒരു ഇമ്പവും സന്തോഷവും സ്നേഹം കൈമാറുമ്പോഴാണ്, പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്. ആ സ്നേഹം റോഡുകളിലും ക്യാമ്പസുകളിലും കൊടുത്തു പോരേണ്ടതല്ല, അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യേണ്ടതല്ല, അത് അവനവന്റെ ഭാര്യയോട്, അവനവന്റെ ഭർത്താവിനോട്. ആ സ്നേഹം മുത്തുനബി തങ്ങൾ വളരെ ഇഷ്ടപ്പെടുകയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞതാണ്, ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടുകാരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി സ്വന്തം കുടുംബത്തോട് പെരുമാറുന്ന ആളാണ് ഞാനെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ടായ പ്രേമബന്ധം അത് കുത്തിപ്പൊക്കല്ലേ മോളെ.
വാട്സപ്പ് ഗ്രൂപ്പുകള്, സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പുകള്, കോളേജിലെ അലുമിനി ഗ്രൂപ്പുകള്, അല്ലാത്തത് ഇങ്ങനെയൊക്കെ പലവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ കടന്നു വന്നതിൽ പിന്നെ ഉണ്ടായ വലിയൊരു ദുരന്തം, എത്രയോ മരിച്ചുപോയിരുന്ന പ്രേമങ്ങളൊക്കെ പുനർജനിച്ചു എന്നതാണ്. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണിനോട് കല്യാണം കഴിച്ചവനെ പണ്ട് നമ്മൾ പ്രേമത്തിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ചെയ്യുന്ന ഹറാമിന്റെ കമ്മ്യൂണിക്കേഷനുകൾ അറിയണമേ, അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹു അത് വെച്ചു ഉറപ്പിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് തന്റെ ശരീരത്തെ സൂക്ഷിക്കുകയും തന്റെ അഭിമാനം സംരക്ഷിക്കുകയും ഭർത്താവിന്റെ സമ്പത്തിന് സുരക്ഷ നൽകുകയും മക്കളെ സുരക്ഷിതമായി വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണ് ചെയ്യുന്ന ത്യാഗം പട്ടാളക്കാർ ഒരു രാജ്യത്തിന്റെ ബോർഡർ കാക്കുന്ന അവരുടെ ത്യാഗം പോലെയാണ്, റിബാത്ത് പോലെയാണ്. അത്രയും ശ്രേഷ്ഠമായൊരു കർമ്മമാണ് അവനവന് സംരക്ഷണം നൽകുന്ന സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നത്. അത് പെണ്ണിങ്ങോട്ടും ആണ് അങ്ങോട്ടും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അറിയുമോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഹബീബായ നബി തങ്ങൾക്ക് മാംസം കൊണ്ടുവരപ്പെടുകയും അത് ഞങ്ങൾ പാകം ചെയ്യുകയും ചെയ്തിട്ട് ആ മാംസം ഞാനൊന്ന് കടിച്ചു വെച്ചാൽ എന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ എവിടെയാണോ വായ വെച്ച് കടിച്ചത് അവിടെ തന്നെ നോക്കി നബി തങ്ങൾ ആ മാംസം കടിക്കുമായിരുന്നു എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ. ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹ, എല്ലാ ഭാര്യമാരോടും അങ്ങനെ തന്നെ ബീവി പറയാറുണ്ട്. ഞാനൊരു കപ്പിൽ വെള്ളം കുടിച്ചു വെച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ ചോദിക്കുന്നു, ബീവി നിങ്ങൾ ഇവിടെ ചുണ്ട് വെച്ചുകൊണ്ടല്ലേ കുടിച്ചത് എന്ന് ചോദിക്കുകയും എന്റെ ചുണ്ടുകൾ എവിടെയാണോ വെച്ചത് അവിടെ നബി തങ്ങൾ ചുണ്ട് വെച്ച് ആ കപ്പിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് യുവാക്കളെ കല്യാണം കഴിഞ്ഞ 1-2 കൊല്ലത്തെ ഒരു അഭിനയ പ്രേമത്തിന്റെ അനുഭവമല്ല ഇത്. ഹബീബായ നബി തങ്ങൾ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും 60 വയസ്സ് കഴിഞ്ഞ നബി തങ്ങൾ ലോകത്തോട് വിട പറയാൻ പോകുമ്പോഴും അവിടുത്തെ കുടുംബിനികളോട് സഹധർമ്മിണിമാരോട് അടങ്ങാത്ത സ്നേഹവും അവർക്ക് ബഹുമാനവും ആദരവും വകവെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. കല്യാണം കഴിഞ്ഞ് 1 വർഷമാകുമ്പോ ബൈക്കില്, പിന്നെ കാറില്, അത് കഴിഞ്ഞൊരു കുഞ്ഞായി കഴിഞ്ഞാൽ അകന്നു തുടങ്ങി 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഭാര്യയെ പറ്റ വെടിയുകയും അവളെ മൈൻഡ് ചെയ്യാതിരിക്കുകയും അവളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയും ആ ഇഷ്ടം മറ്റാർക്കെങ്കിലും നൽകുകയും ചെയ്യുന്ന ഹറാമുകളിലേക്ക് പോകുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എത്ര മനോഹരമാണ് ഹബീബിന്റെ ജീവിതം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുമ്പോഴല്ലേ കുടുംബം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹബീബായ നബിയുടെ കുടുംബം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അസ്അദു ബൈത്തിൻ അലാ വജ്ഹിൽ അർള്, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള വീടായിരുന്നു ഹബീബിന്റെ വീട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീടിന്റെ ഉള്ളകം ഹസനുൽ ബസ്വരി തങ്ങൾ പറയുന്നുണ്ട്. ഇമാമുൽ മുഹദ്ദിസീൻ മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഹബീബിന്റെ വീട്ടിൽ വന്ന് വളർന്നവരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ നിന്ന് ഇൽമ പഠിച്ച മഹാനാണ് മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ ബീവിയുടെ സംരക്ഷണം കിട്ടിയ മഹാനാണ് മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ പറയും, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ചെന്നു. ആ വീടിൽ ഞാൻ എന്റെ കൈപൊക്കി. അന്ന് എനിക്ക് 10-15 വയസ്സിൽ താഴെയാണ് പ്രായം. 15 വയസ്സിൽ താഴെയാണ് പ്രായം. ഞാൻ എന്റെ കൈപൊക്കിയപ്പോൾ ഹബീബിന്റെ വീടിന്റെ റൂഫ് എന്റെ കൈ കൊണ്ട് തൊടാൻ കഴിഞ്ഞിരുന്നു എന്ന്. അത്രയും സരളമായ ഒരു വീട്ടിലാണ് ഏറ്റവും വലിയ സന്തോഷം തളം കെട്ടി നിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്തും വർദ്ധിപ്പിക്കുക. നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതത്തിന് എന്തെല്ലാം അനിവാര്യമാണോ അത് മുഴുവൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹിതമായ കുടുംബജീവിതത്തിന്റെ മാതൃകകൾ കാണിച്ച ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എഴുന്നേൽക്കാൻ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നമ്മളൊരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. നമ്മുടെ സംഘാടകർ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു സഹായം നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ ഒരു അവസരമായി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വല്ലൂ അലൻ നബിയ്യ മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എല്ലാവരും കൊടുക്കുന്നില്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ അവരിങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ പോയിട്ടെങ്കിലും കൊടുക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ യതീംഖാനയും നമ്മുടെ സ്ഥാപനങ്ങളും ഈ സംരംഭങ്ങളും ഒക്കെ അല്ലാഹു വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. എല്ലാവരും ഇരിക്കുക. ജസാക്കുമുല്ലാഹ് ഖൈർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ താമസിച്ചിരുന്നത് അആലിൽ മദീന, മദീനയുടെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തായിരുന്നു. മദീനയുടെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തായിരുന്നു എൻ്റെ വീട്. ഫീ ദാരി ബനി ഉമയ്യത്ത് ബിൻ സയ്യിദ്, ബനു ഉമയ്യത്ത് ബിൻ സയ്യിദിന്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ആര് പറയുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഹാജിറുകൾ വന്നപ്പോഴേ നിബിതങ്ങൾ പറഞ്ഞു, അൻസ്വാരികളെ, മദീനക്കാരെ, നിങ്ങൾ ഓരോ മുഹാജിറിനെയും സ്വീകരിക്കണേ. അങ്ങനെ ഉമർ എന്നവരെ സ്വീകരിച്ച ആള് കൊണ്ടുപോയത് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു കുന്നിന് മുകളിലാണ്. അവിടെയായിരുന്നു ഉമർ എന്നവർ താമസിച്ചിരുന്നത് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ രസകരമായ ഹബീബിന്റെ കുടുംബജീവിതത്തിന്റെ ഒരനുഭവം പറയുകയാണ്. അപ്പോ എന്നും ഹബീബിന്റെ സദസ്സിലേക്ക് പോകാൻ എന്നെ കൊണ്ട് കഴിയാറില്ല. ഞാനും എൻ്റെ അൻസ്വാരിയായ കൂട്ടുകാരനും ഒരു നിബന്ധന വെച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ പോവാ, അന്ന് നിങ്ങളുടെ ആടുകളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിബിതങ്ങൾ എന്താ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ട് പോരാ. അടുത്ത ദിവസം ഞാൻ പോകാം, ആടുകളെ നിങ്ങൾ നോക്കുക, നിബിതങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു അത് ഞാൻ എന്ത് ചെയ്യാം, തിരിച്ചു വന്ന് പറഞ്ഞു തരാം. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഹബീബിന്റെ സദസ്സിലേക്ക് വരിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡെയിലി ഹബീബിന്റെ മസ്ജിദിലേക്ക് വരാൻ ആർക്ക് കഴിയാറില്ലായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മദീന ജീവിതത്തിന്റെ ആദ്യകാലം, പിന്നെ മദീനത്തിന്റെ അടുത്തേക്ക് വീട് മാറുകയുണ്ടായി. ബനി ഉമയ്യത്ത് ബിൻ സയ്യിദിന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ആ കാലത്തെ അനുഭവം പറയാം. അന്ന് ഷാമിന്റെ ഭാഗങ്ങളിൽ നിന്ന് റോമൻ സൈന്യം ഗസാസിനകൾ വന്ന് മദീനയെ ആക്രമിക്കുമെന്നൊരു റൂമർ പരന്നുകൊണ്ടിരിക്കുന്ന സമയം. ഒരു വലിയ ശക്തന്മാരാണ്, വലിയ സൈന്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ ജറാദ് വെട്ടുകിളികളെ പോലെ അങ്ങോട്ട് ഇറങ്ങിയാൽ മദീന നക്കിത്തുടച്ചു പോകാൻ അവർക്ക് എളുപ്പമാണ്. അത്ര വലിയ ഒരു സൈന്യം അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗസാസിനകളുടെ ഒരു സൈന്യമുണ്ട്. അവര് മദീനയെ ആക്രമിക്കും എന്ന ഒരു റൂമർ, അങ്ങനെ ഒരു വാർത്ത മദീനയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ കൂട്ടുകാരൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഗസാസിനകളുടെ വല്ല വിവരമുണ്ടോ? അവർ വരുന്നുണ്ടോ? പറഞ്ഞില്ല. അൽഹംദുലില്ലാഹ്. 2 ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു. ഒരു ദിവസം എന്റെ അൻസ്വാരിയായ കൂട്ടുകാരൻ ഓടി വന്നുകൊണ്ട് എന്റെ വാതിൽക്കൽ മുട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീനെ, അമീറുൽ മുഅ്മിനീൻ അല്ല, അന്ന് ഉമർ എന്നവർ അമീറുൽ മുഅ്മിനീൻ അല്ല, ഹബീബിന്റെ സ്വഹാബിയാണ്, ഭരണാധികാരിയായില്ല. ഉമറേ, ഹദഥ അംറുൻ അദീം, ഒരു വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഉമർ എന്നവർ ഉടനെ ചോദിച്ചു, ഹൽ ജാഅത് ഗസ്സാൻ, ഗസാസിനകൾ വന്നോ?
പറഞ്ഞു ബൽ അഅ്ളമു മിൻ ദാലിക്, അതിനേക്കാളും ഗൗരവമുള്ള ഒരു വിഷയമാണ് നടന്നിരിക്കുന്നത്. എന്തേ പറ്റിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ മുഴുവൻ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ത്വല്ലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വാജഹു കുല്ലഹുന്ന. നബി തങ്ങൾ ത്വലാഖ് ചൊല്ലിയിട്ടില്ലായിരുന്നു സത്യത്തിൽ, പക്ഷേ അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, വല്ലാഹി ഖാബത് ഹഫ്സതു വഖസിറത്, എൻ്റെ ഹഫ്സക്ക് നഷ്ടമായല്ലോ, എൻ്റെ ഹഫ്സാക്ക് നാളെ റസൂലുള്ളാഹിന്റെ ഭാര്യയായി മഹ്ശറയിലേക്ക് വരാൻ കഴിയില്ലല്ലോ, എൻ്റെ ഹഫ്സക്ക് നഷ്ടമായല്ലോ. റളിയല്ലാഹു പറയുന്നു, ഞാൻ എൻ്റെ ഉടുത്ത വസ്ത്രമെടുത്ത് ഓടുകയാണ് മദീനയിലേക്ക്, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾക്കറിയുമായിരുന്നു ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ കൂടെ ജീവിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിയോട് കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, വല്ലാത്തൊരു സ്വാതന്ത്ര്യം കാണിക്കും ആയിഷ ബീവി. ആ ബീവി കാണിക്കുന്ന സ്വാതന്ത്ര്യം പോലെ ഹഫ്സ ബീവി കോപ്പിയടിക്കാറുണ്ട്. മഹാനായ ഉമർ എന്നവർ പറയും, ഹഫ്സ ലാ തഗുറന്നകി ഹബീബത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആയിഷ, അത് ഹബീബിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മോളാണ്. ആയിഷ ബീവി കാണിക്കുന്ന പോലെ ഹഫ്സ നീ കാണിക്കരുതേ. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വന്നതിന് ശേഷം മക്കക്കാരി പെണ്ണുങ്ങൾക്കുണ്ടായ ഒരു മാറ്റം പറയാറുണ്ട്. മക്കയിൽ പുരുഷന്മാരാണ് പെണ്ണുങ്ങളെ ഭരിക്കുന്നതെങ്കിൽ മദീനയിൽ പെണ്ണുങ്ങളായിരുന്നു ഭർത്താക്കന്മാരെ ഭരിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലേക്ക് ഞങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ പെണ്ണുങ്ങൾ മദീനക്കാരി പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചു. മക്കക്കാരിയായ ഞങ്ങളുടെ പെണ്ണുങ്ങളാരും ഭർത്താവിന്റെ കാര്യം പറഞ്ഞാൽ മറുത്തൊരു വാക്ക് പറയാത്തവരാണ്. അവരോട് തട്ടുത്തരം പറയില്ല, വായടക്കി മറുപടി പറയില്ല. സൗമ്യമായി പെരുമാറുന്ന ഞങ്ങളുടെ മക്കക്കാരി പെണ്ണുങ്ങളായ ഭാര്യമാർ മദീനയിലെ അൻസ്വാരി പെണ്ണുങ്ങൾ കാണിക്കുന്നത് കണ്ടപ്പോ അവര് ഞങ്ങളോടും കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അന്ന് എന്റെ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞപ്പോ അവൾ എന്നോട് ചൂടാവാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, മാലക്കി, എന്തേ പെണ്ണേ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതുറാജിഈനനി, നീ എന്താ ഞാൻ ഈ പറയുന്നതിനൊക്കെ തട്ടുത്തരം പറയുന്നത്? അപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഉമറേ അൻത ഖൈറുൻ അം റസൂലുള്ളാഹ്, നിങ്ങളാണോ നല്ല ആള് അതല്ല റസൂലുള്ളായാണോ? പറഞ്ഞു റസൂലുള്ളായാണ്. എന്നാൽ അറിയണേ, വഅസ്വാജു റസൂലില്ലാഹി യുറാജിഉനഹു, ഹബീബിന്റെ ഭാര്യമാർ ഹബീബിനോട് മറുപടി പറയാറുണ്ടല്ലോ. ഉമർ എന്നവർ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബേ, എന്റെ മകൾ ഹഫ്സ അതിൽ പെട്ടുപോയിരിക്കുമോ? അന്ന് ഓടി വന്നൊരിക്കൽ പോയതാണ്. ഹഫ്സ ബീവി വിളിച്ച്, ഹഫ്സ, നിങ്ങൾ റസൂലുള്ളാഹിനോട് മറുപടി പറയാറുണ്ടോ? ആ, ഞങ്ങൾ പറയാറുണ്ട്. യാ ഹഫ്സ, ഹഫ്സ, അറിയണമേ, അറിയണമേ, ലൗ തല്ലഖകി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നിങ്ങളോട് ഇഷ്ടമില്ലാതെ നിങ്ങളെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ഹഫ്സ, നിങ്ങളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹിനോട് മറുപടി പറയരുതേ മോളെ. റസൂലുള്ള പറയുന്നത് അങ്ങനെ നീ കേട്ടാൽ മതി. ആയിഷ ബീവി പറഞ്ഞേക്കും, ആയിഷ ബീവി ഹബീബായ നബിയുടെ 60 കൊല്ലത്തെ കൂട്ടുകാരന്റെ മോളാണ്, 60 കൊല്ലത്തെ സുഹൃത്തിന്റെ മോളാണ്. സ്കൂൾ പഠിക്കുന്ന കൂട്ടുകാരൻ, നമ്മൾ പറയില്ലേ സ്കൂൾ കാലം മദ്രസയിൽ ഒരുമിച്ച് പഠിച്ചത്, അങ്ങനെയല്ല, 60 കൊല്ലത്തെ ഹബീബിന്റെ കൂട്ടുകാരനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ ഹബീബിന്റെ മെഹബൂബായ കൂട്ടുകാരന്റെ ഹിബ്ബത്തായ മോളാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി ഹബീബിനോട് കൊഞ്ചിക്കുഴയുന്ന പോലെ, ഹഫ്സ, നീ നിൽക്കരുത് കേട്ടോ മോളെ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാകും. ആര് വന്നു പറഞ്ഞു കൊടുത്തു? അമ്മോശനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
കല്യാണം കഴിഞ്ഞു പോയാൽ മക്കള് എന്ത് തോന്നിവാസം ചെയ്താലും ഇനിയിപ്പോ അവര് നോക്കട്ടെ, നമ്മള് സ്ത്രീധനം കാറൊക്കെ കൊടുത്ത് വിട്ടതല്ലേ, ഇനിയൊന്നും ഇടപെടാൻ എന്നെ കൊണ്ടാവില്ല എന്നൊരു ഒരു പെണ്ണിന്റെ ഉപ്പയും ഒരു അമ്മോശനും പറഞ്ഞു പോകരുത്, ഒരു രക്ഷിതാവും പറഞ്ഞു പോകരുത്. കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അവിടെ ചെന്ന് ഇടപെടണം. ഉമർ എന്നവർ ഇടപെടുകയാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഹബീബിന്റെ ഭാര്യമാർ ഒരു കൊച്ചു സമരത്തിലായിരുന്നു. ആ സമരത്തിന്റെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു വിഷയമുണ്ട്, ഞാൻ ആവർത്തിക്കുകയല്ല. മറ്റൊന്നുമല്ല, ഉമ്മമാർ ചോദിച്ചത്, നമ്മുടെ ഉമ്മമാർ ഹബീബിന്റെ ഭാര്യമാർ അവരോട് ചോദിച്ചു, നബിയേ എത്ര കാലമായി നബിയേ ഞങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്, എത്ര മാസങ്ങളായി നബിയേ. നമ്മുടെ വീടല്ലാത്ത എല്ലാ വീടുകളിലും ഭക്ഷണമുണ്ട്. അൻസ്വാരികളുടെ വീടുകളിലെല്ലാം ഉച്ചക്ക് ഭക്ഷണമുണ്ട്, വൈകുന്നേരം ഭക്ഷണമുണ്ട്, 2 നേരത്തെ ഭക്ഷണം. നമുക്ക് ഒരു നേരത്തെ ഒരൽപ്പം ഗോതമ്പ് പോലും ഇല്ലാതെ നബിയെ ഞങ്ങൾ വിശപ്പ് കൊണ്ട് സഹിച്ചു പൊറുതിമുട്ടി നബിയെ. ഇങ്ങനെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾക്ക് റേഷൻ വേണം എന്ന് ഹബീബിനോട് ആവശ്യപ്പെട്ട ഒരു സമരമുണ്ടായിട്ടുണ്ട്. സമരമല്ല, ഹബീബിന്റെ ഭാര്യമാർ ഒത്തുകൂടിയിട്ട് അവര് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് 5 പവൻ വള വേണമെന്ന്, മാല വേണം എന്നല്ല, പാദസരം വാങ്ങിച്ചു തരണം എന്നല്ല, എന്നെ അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോയി കറക്കണം, മൊബൈൽ വാങ്ങിച്ചു തരണം, ഇതൊന്നും അല്ല ചോദിക്കുന്നത്. എന്താണെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണം വേണം നബിയെ. ഹബീബ് പട്ടിണിയാണ്, ഭാര്യമാരും പട്ടിണിയിലാണ്, കഴിയില്ല നബിയെ. ഇങ്ങനത്തെ ഒരു വീട് നമ്മുടെ നാട്ടിലുണ്ടോ? ഒരു വീട്. എത്ര പാവങ്ങളാണെങ്കിലും നമുക്ക് 1 രൂപക്കോ 2 രൂപക്കോ അരി വാങ്ങിക്കാൻ പറ്റുന്ന നാടല്ലേ ഇത്? അതൊക്കെ അല്ലാഹു ചെയ്ത വലിയൊരു നിഅമത്തല്ലേ? ആരുടെ കരങ്ങളിലൂടെ ആവട്ടെ, അതൊരു നിഅമത്തല്ലേ? അരിയോ ഗോതമ്പോ ഇല്ലാതെ മാസങ്ങൾ പട്ടിണി കിടന്നപ്പോ പറഞ്ഞു, നബിയെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതിനല്ലാഹു മറുപടി ഇറക്കിയ ഒരു ആയത്താണ് ഖുർആനിലെ ഏറ്റവും ഗൗരവമുള്ള ആയത്ത് എന്ന് മഹാന്മാർ പറയുന്നു. എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ എന്ന് ത്വലാഖ് ചൊല്ലുകയും നിങ്ങൾക്ക് പകരം സ്വാലിഹീങ്ങളായ ഭാര്യമാരെ, സ്വാലിഹത്തുകളെ നബിക്ക് അല്ലാഹു കൊടുക്കുകയും ചെയ്യും. നബിയെ അവരോട് പറഞ്ഞേക്കുക, ഈ ലോകവും ഈ ലോകത്തിന്റെ ആർഭാടവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ നല്ല നിലക്ക് ഒഴിവാക്കി തരാം. അതല്ല, ആഖിറമാണ് വേണ്ടതെങ്കിൽ എന്റെ കൂടെ പട്ടിണി കിടക്കാൻ ഒരുക്കമാണോ, അവർക്ക് എന്റെ കൂടെ നിൽക്കാം. ഈ ഒരു മറുപടി വന്നത് മണിമാളിക വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പിന്നിലല്ല എന്നോർക്കണം. ആഭരണങ്ങൾ വേണമെന്ന് പറഞ്ഞതിന്റെ പേരിലെന്നറിയണം. തന്നെ ഒരിക്കലെങ്കിലും ഒരു വിസിറ്റിനെങ്കിലും ഗൾഫിലേക്ക് കൊണ്ടുപോയില്ലല്ലോ എന്ന പരാതിയിലല്ല ഈ പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഹബീബിനത് കൊടുക്കാൻ വയ്യ, തങ്ങളുടെ കയ്യിലില്ല, തങ്ങൾ പട്ടിണിയിലാണ്.